ഹലോ ഫ്രണ്ട്സ്, ഹാരിസ് ഫൈനാൻസ് സെയിൽസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സ്ട്രോക്കിൻ്റെ ആപ്പിൻ്റെ ഒരു ഓവർവ്യൂ മീൻസ് ആപ്പിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. പുതിയതായിട്ട് അപ്സ്ട്രോക്കിൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നവർത്താണ്. അധികം ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ ഓവർവ്യൂ മാത്രമാണ് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽഡായിട്ട് ഓരോ സെക്ഷനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ അപ്സ്ട്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പറും അടിച്ച് ഈസി ആയിട്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം എടുക്കുമ്പോൾ കാണുന്ന വിൻഡോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റാണ്. നമുക്ക് ആദ്യം താഴത്തെ മെനുകൾ പഠിക്കാം. ആദ്യത്തെ മെനു എന്ന് പറഞ്ഞാൽ മൈ ലിസ്റ്റ്, അത് നമ്മുടെ വാച്ച് ലിസ്റ്റാണ്. ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പൺ പൊസിഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആയിട്ടുള്ള പൊസിഷൻസ് തന്നെയാണ്. പിന്നെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ആ ഹോൾഡിംഗ് കാണാൻ പറ്റും. ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഡിസ്കവർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് റെക്കമെൻഡേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും നമ്മുടെ എത്ര രൂപ ഫണ്ട് ഉണ്ടെന്നും എത്ര രൂപ നമുക്ക് വിഡ്രോ ചെയ്യാമെന്നും എന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇനിയിപ്പോൾ ആദ്യം വാച്ച് ലിസ്റ്റിൽ എന്തൊക്കെ കാര്യം ഉണ്ടെന്ന് നമുക്കിവിടെ പല ഇതിൻ്റെ ഇൻഡീസസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് പല വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് ഏത് വേണം സ്വിച്ച് ചെയ്യാൻ പറ്റും, ഏത് വേണം സെലക്ട് ചെയ്യാം, ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പുതിയ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഈ പ്ലസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ പ്ലസിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ സ്റ്റോക്ക് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാൻ ജസ്റ്റ് സേവ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഓൾറെഡി ഇട്ടേക്കുന്ന ലിസ്റ്റിനകത്ത് എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇതിനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനോ സേവ് ചെയ്യാനോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് പൊസിഷൻ ഓർഡർ അലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്ക് വന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പോയിന്റ് ഉണ്ടല്ലോ ഇത് പിടിച്ചിട്ട് അങ്ങോട്ടും ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. നമുക്ക് അങ്ങോട്ടും മൂവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, നമുക്കത് സേവ് ചെയ്യണമെങ്കിൽ ഈ സേവ് എന്ന് കൊടുക്കുക, സേവ് ചെയ്യണമെങ്കിൽ H സേവിങ് കൊടുക്കുക. അപ്പോൾ അതാണ് മൈ ലിസ്റ്റ് വാച്ച് ലിസ്റ്റ് കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഓർഡർ ബുക്കിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് പോയി ഒരു ഓർഡർ ബുക്കിൻ്റെ അകത്ത് നമ്മളൊരു ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഓപ്പൺ ഓർഡർ ആയിട്ട് കാണാൻ പറ്റും. ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ഓർഡർ ആയിട്ട് കാണാൻ പറ്റും. ഓപ്പൺ ക്ലോസ് ഓർഡർ എല്ലാം കാണണമെങ്കിൽ നമുക്കിവിടെ ഓൾ ഓർഡേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ മാർജിൻ ട്രേഡ് ഫെസിലിറ്റിയും ആദ്യത്തെ ബൈ ഡിഫാൾട്ട് വരുന്ന റെഗുലർ ഓർഡേഴ്സ് ആയിരിക്കും. MTF എടുത്തുന്ന ഓർഡർ ആയിരിക്കും. പിന്നെ ബാസ്ക്കറ്റ് ഓർഡേഴ്സും GTT ഓർഡേഴ്സും സ്ട്രാറ്റജി ഓർഡേഴ്സും ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഇവിടെ അത് കവർ ചെയ്യുന്നില്ല. നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ പറഞ്ഞ പോലെ ക്ലോസിലേക്ക് വരും. ഓപ്പൺ ഓർഡർ ആയിട്ട് കിടക്കും. ഞാൻ ഓർഡർ എടുത്ത് ഈ വീട്ടിൽ അവസാനം വേണ്ടി ഒരു ഓർഡർ എടുത്ത് കാണിച്ചിട്ട് അപ്പോൾ അവിടെ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ പോർട്ട്ഫോളിയോക്കകത്താണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഡെലിവറി ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഒത്തിരി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ കാണാൻ സാധിക്കും. അടുത്ത് നമ്മുടെ സ്റ്റോക്കിൻ്റെ പേര്, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, നമ്മൾ ആവറേജ് ബൈ പ്രൈസ് 247 ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 427 ആണ്. അത് കാരണം ഇപ്പോഴുള്ള പ്രോഫിറ്റ് 2159 ആണ്. ഇന്നത്തെ ഒരു ദിവസത്തെ ഗെയിൻ ആണെങ്കിൽ 73.20 ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ടോട്ടൽ ഗെയിൻ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇൻട്രാഡേ ചെയ്യുവാണെങ്കിൽ അതിന് ട്രേഡ് എടുക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. ഇവിടെ പൊസിഷനകത്ത് ഇവിടെ ഒന്ന് കിടക്കും. അവിടെയുള്ള പ്രോഫിറ്റ് ലോസ് എല്ലാം ഇവിടെ തന്നെ കാണാൻ സാധിക്കും. പിന്നത്തെ മെനുയാണ് ഡിസ്കവർ എന്നുള്ള മെനു. ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് റെക്കമെൻഡേഷനും ലോ മാർജിനിൽ ടോപ്പ് ഗെയിനേഴ്സും മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും അത് നമുക്ക് ഓരോന്നും സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ടോപ്പ് ഗെയിനേഴ്സ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാണ് സ്റ്റോക്കുകളും അതിൻ്റെ ഇൻഡെക്സൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതൊരു പ്രത്യേക സെക്ഷനാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. നമ്മുടെ വരാൻ പോകുന്ന IPOസും കോർപ്പറേഷൻസും അപ്ഗ്രേഡ്സും ETF എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. വേറൊരാളെന്നോട് ചോദിച്ചായിരുന്നു ഇതിനകത്ത് എങ്ങനെ IPO കാണണമെന്നുള്ളത്. ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് ഓപ്ഷൻ തന്നെ. പിന്നെ ഉള്ളതാണ് അക്കൗണ്ട്സിനുള്ള ഓപ്ഷൻ. അതിലാണ് നമ്മുടെ ഏറ്റവും അറിയുന്ന വേറെ കാര്യം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ഉദ്ദേശിച്ചുള്ളവർക്കാണെങ്കിൽ അപ്സ്ട്രോക്ക് സാധാരണ എടുത്താൽ മതി. ഫോർ ഇൻവെസ്റ്റേഴ്സുള്ള ട്രേഡ് ചെയ്യാനായിട്ട് ബേസിക്കലി അപ്സ്ട്രോക്ക് പ്രോ എന്നുള്ളത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് സ്വിച്ച് ചെയ്യുന്ന ഇവിടെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്ക് സ്വിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ക്യാഷ് ബാലൻസ് എത്രയുണ്ടെന്നും ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് എത്രയുണ്ടെന്നും ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര നമുക്ക് ഇന്നൊരു ദിവസം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ സാധിക്കും. റീസെൻറ്റ് ട്രാൻസാക്ഷനൊക്കെ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ട്രേഡിൻ്റെ പ്രോഫിറ്റ് ലോസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും.
ഇത് ഓരോ ദിവസത്തെയാണ് വരുന്നത്. പിന്നെ അവൈലബിൾ മാർജിൻ ടു ട്രേഡും നമ്മൾ ട്രേഡ് എടുത്തിട്ട് ബാക്കി എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ സാധിക്കും. അതുപോലെ പറ്റുന്ന ട്രേഡ് എടുത്ത് നോക്കാം. ഞാൻ നല്ലൊരു പോയിന്റ് ഇതിലെടുക്കാൻ പറ്റിയ എൻട്രി പോയിന്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ആപ്പിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഡയറക്റ്റ്ലി ഒരു ട്രേഡ് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ പൊസിഷനിൽ വന്ന് കിടക്കുന്ന കാര്യങ്ങളും എല്ലാം അറിയാൻ സാധിക്കും. നമുക്ക് ഈ സ്റ്റോക്കിനകത്ത് തന്നെ ചെയ്ത് നോക്കാം. ഒരു എൻട്രി എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുക്കുന്നതാണ് ഇത്. പക്ഷേ എടുക്കാൻ പറ്റിയൊരു പോയിന്റിലല്ല നിൽക്കുന്നത്. നമുക്ക് നോക്കാം. 221.6 ഒരു റെസിസ്റ്റൻറ്റ് പോയിന്റ് ഉള്ള സപ്പോർട്ട് പോയിന്റ് ഉള്ളത് ഇവിടെയാണ് 119.92. ഇതെടുക്കാൻ പറ്റിയൊരു പോയിന്റിലല്ല നിൽക്കുന്നത്. എന്നാലും നമുക്കത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് കാണിക്കുവാണെങ്കിൽ എടുക്കുന്നത് 1 മിനിറ്റ് ചാർട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇതൊരു ചെറിയൊരു റെസിസ്റ്റൻറ്റ് പോയിൻ്റാണ് 120.70 എന്ന്. അപ്പോൾ ആ പോയിന്റിൽ ഞാനൊരു എൻട്രി എടുത്ത് നോക്കുവാണ്. നമുക്ക് നോക്കാം ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട്. എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ബാക്കോട്ട് വരുവാണ്. നമ്മൾ ഈ സ്റ്റോക്കുകൾ കിടക്കുള്ളൂ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബയ്യോ സെല്ലോ എടുക്കണമെങ്കിൽ അത് ഏതാ വെച്ച് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ നമുക്ക് റെസിസ്റ്റൻറ്റ് പോയിൻ്റ് ഉള്ളത് ശരിക്കും 120.80 പിന്നെ സപ്പോർട്ടിംഗ് പോയിൻ്റ് ഉള്ള 1311, അതായത് 120.55 ഉണ്ട്. അപ്പോൾ നമുക്കൊരു ബൈ എടുത്ത് നോക്കാം. ബൈ എടുക്കുവാണ്. ഞാനിവിടെ ക്വാണ്ടിറ്റി ഒരു 700 അടിക്കുവാണ്. ലിമിറ്റ് പ്രൈസ് ആയിട്ടാണ് എടുക്കുന്നത്. 120.55 എടുക്കുവാണ്. ഞാനിപ്പോൾ ഒരു സൈറ്റ് ടു ബൈ കൊടുക്കുവാണ്. സൈറ്റ് ബൈ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓർഡർ ബുക്കിൻ്റെ അകത്ത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൊസിഷനകത്ത് വെക്കാൻ എന്തെങ്കിലും ഉണ്ടോന്നുള്ള പൊസിഷനകത്തൊന്നും കാണിക്കുന്നില്ല. കാരണം ഇവിടെ ബ്ലാങ്ക് ആണ്. കാരണം ഇതിലായിട്ട് എക്സിക്യൂട്ട് ആയിട്ടില്ല. അത് പ്രൈസ് മാച്ച് വന്നിട്ടുണ്ടാവില്ലായിരിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഇൻട്രാഡേ ഓർഡർ 120.55 എന്നുള്ളതിനാണ് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്. കാരണം ഇതിപ്പോൾ 23 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട്, 28 ക്വാണ്ടിറ്റി. അതായത് ഇപ്പോൾ നമുക്ക് പ്രൈസ് മാച്ച് വന്നിട്ട് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രൈസിൽ 141 ക്വാണ്ടിറ്റി, 172 ക്വാണ്ടിറ്റി. ഇതിപ്പോൾ തന്നെ നമ്മുടെ പൊസിഷൻ ഓപ്പൺ പൊസിഷൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ക്വാണ്ടിറ്റി ഇവിടെ ആഡായി വരുന്നത് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം എത്ര എക്സിക്യൂട്ട് ആവുന്ന. പ്രൈസ് ഒന്ന് മാറിപ്പോയി കൂടി വരുന്നുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് 120.55 തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കാണുന്ന ക്വാണ്ടിറ്റിയിൽ 914 ക്വാണ്ടിറ്റി ഏകദേശം 1500 ക്വാണ്ടിറ്റിയോളം എൻ്റെ ആയിരിക്കും. അത് 10 എക്സിക്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യും, നമ്മുടെ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ആവും. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കൂടെ വെക്കുന്നതിന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ 228 ക്വാണ്ടിറ്റി വരെയും എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ടൈം ഒത്തിരി കയറി പോകാമെന്ന് മനസ്സിലായി. നമുക്ക് നോക്കാം. ഒരു 2 മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ ഈ ഫുൾ ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആവുമായിരിക്കും. കാരണം കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്ന ഈ 120.55 ആയതുകൊണ്ട് നമുക്ക് ബൈയേഴ്സ് ലെറ്റ്സ് എത്രയൊക്കെ ഉണ്ടെന്ന് നോക്കാം. കാരണം ഞാനിതിവിടെ നോക്കി കാണാൻ സാധിക്കും. ഈ 120.50 നല്ലൊരു ബൈ പ്രഷർ ഉണ്ട്. 12,000 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും അത് താഴേക്ക് പോരാനുള്ള ചാൻസ്, താഴേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴേക്ക് വരും. ഞാൻ ഇത് ഫുൾ എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ സ്റ്റോപ്പ് ലോസ് അവിടെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അത് നോക്കാം എത്ര ഫുൾ ക്വാണ്ടിറ്റി ആയോ നോക്കാം. നമുക്ക് നമ്മുടെ പൊസിഷൻ്റെ അകത്ത് പോകണം. ഇപ്പോഴും 359 ക്വാണ്ടിറ്റി ആയിട്ടുള്ളൂ. ബാക്കി ഏകദേശം ഒരു 350 ക്വാണ്ടിറ്റിയോളം എക്സിക്യൂട്ട് ആവേണ്ട. ഓർഡേഴ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് എടുത്തിട്ട് കാണാൻ സാധിക്കും. 390 ക്വാണ്ടിറ്റി, 700 ക്വാണ്ടിറ്റീസിൽ. അപ്പം പിന്നെ പുതിയ ടോപ്പ് സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞല്ലോ, വരുന്നവർക്ക് അക്കൗണ്ട് എടുക്കാനാണെങ്കിൽ താഴെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കുക. പിന്നെ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ. പിന്നെ പുതിയതായിട്ട് വരുന്നവർക്ക് ഒരിക്കലും ഞാനിങ്ങനെ ഇൻട്രാഡേ ട്രേഡ് റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ ഡെലിവറി എടുത്ത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് ഒരു ഷോർട്ട് ടൈമിലേക്കോ ലോങ് ടൈമിലേക്കോ പ്രോഫിറ്റ് ഉണ്ടാകുന്ന പൈസ കൊണ്ട് ട്രേഡ് ചെയ്യാൻ നോക്കുവാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ പൈസ പോകുമ്പോൾ വീണ്ടും ഭയങ്കരമായിട്ട് ടെൻഷനായി പോകും. ഒന്നുമില്ല, കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട്. കാരണം നമുക്ക് ചാർട്ടൊന്നും നോക്കാം ആ സമയത്ത്. ഇതാണ് 155 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻറ്റ് പോയിൻ്റാണ്. അതുപോലെ തന്നെ 170 എന്ന് പറഞ്ഞ സപ്പോർട്ടിംഗ് പോയിൻ്റാണ്. അതുപോലെ 170 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റിംഗ് പോയിൻ്റാണ്. ഇതിന് വിട്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് അത് ചിലപ്പോൾ തിരിയാം. പിന്നെ 1 അവർ എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ എടുക്കാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ടിംഗ് പോയിൻ്റ് തന്നെയാണ് ശരിക്കും. അപ്പോൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴേക്ക് വരും. മുകളിലേക്ക് പോകാനാണെങ്കിൽ ചെറിയ മുകളിലേക്ക് പോയി ഇവിടം വരെയൊക്കെ മുകളിലേക്ക് പോയിന്ന് വരും. അതായത് 122 വരെയൊക്കെ പോയിന്ന് വരും. അതുകൊണ്ട് ഒരു റിസ്കി ഷോട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ റിസ്ക് എടുത്ത് സാധാരണ ചെയ്യുന്നതിനോട് എനിക്കൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഇതൊരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ മൊത്തം എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കാം എന്നോർത്താണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫുൾ ക്വാണ്ടിറ്റി ആയി. നമ്മളിപ്പോൾ
നമ്മൾ പ്ലേസ് ചെയ്ത 700 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഓർഡേഴ്സിലേക്ക് വരാം. കണ്ട് ഇവിടെ 700 ക്വാണ്ടിറ്റി കണ്ട് ഇത് ഓൾഡ് ക്ലോസ്ഡാണ് കിടക്കുന്നത്. ആദ്യം ഇവിടെ ഓപ്പണിലായിരുന്നല്ലോ കിടന്നത്, അത് ക്ലോസ്ഡിലാണ് കിടക്കുന്നത് റെഗുലർ ഓർഡറിലൂടെ. നമുക്കിനി സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ നമ്മൾ ആ പോർട്ട്ഫോളിയോ തന്നെ പോവാം. ഇപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട് 120.50 താഴുന്നുണ്ട്. അപ്പോൾ ഇതിന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. അതിനെന്താ ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യുക, ഈ സ്ക്വയർ ഓഫ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് 120.40, അതായത് ഞാൻ എടുത്തേക്കുന്നത് 55 ബൈ ചെയ്തേക്കുന്നത്. അതായത് ഒരു 15 പോയിൻറ്റിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതായത് ഒരു 100 രൂപ 150 രൂപ നഷ്ടം വന്നാലും എനിക്ക് വിഷയമില്ലാത്ത രീതിയിൽ ഈ വീഡിയോയ്ക്ക്, ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് അത്രയും വറിയാത്ത ഞാൻ സൈപ്പ് ടു ബൈ കൊടുത്തു. അന്നേരം ഇത് ട്രിഗർ പെൻഡിങ് ആയിട്ട് ഓപ്പണിനകത്ത് കിടക്കുവാണ്. നമുക്കിവിടെ ഇപ്പോൾ ഓൾ കിടക്കുന്നതുകൊണ്ടാണ് രണ്ടും ഒന്നിച്ച് കാണുന്നത്. നമ്മൾ ഓപ്പൺ മാത്രമാണെങ്കിൽ ട്രിഗർ പെൻഡിങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ക്ലോസറിൻ്റെ അകത്താണെങ്കിൽ നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ആയ ഓർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് കിടക്കുന്നത്. ഈ ഓൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്നു ക്ലോസ് ആയിട്ട് എല്ലാ ഓർഡറും കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ട്ഫോളിയോ പോവുക, -35 ആണ് നിൽക്കുന്നത്. കാരണം നമ്മൾ മേടിച്ച് 120.55 മേടിച്ചേക്കുന്നത്. ഇപ്പം ഇത് താന്നൊരു 120.43 കഴിഞ്ഞാൽ ഓർഡർ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എക്സിക്യൂട്ട് ആവും, കംപ്ലീറ്റ് ചെയ്ത് സ്ക്വയർ ഓഫ് ആവുകയും ചെയ്യും. ഇത് മുകളിലേക്ക് പോയി പ്രൈസിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നവരെ പറഞ്ഞുതരാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സി യു. ഇതാണ് ബേസിക്കലി ഒരു ഇൻട്രാഡേ പ്ലേസ് ചെയ്യാനുള്ള പ്രോസസ്സ്.